ടീച്ചർ മിസ്ബാഹി. തെളിമയൂറും മേന്മ പകർന്നു നൽകും നന്മ. UKN കല്ലൂർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിത്വത്തിലൂടെ ഒരു സഞ്ചാരം നടത്തുകയാണ് പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ഫീച്ചറിലൂടെ അക്ഷര കൗതുകം. കാലം അതിന്റെ ഗതകാല ചക്രം ചവിട്ടുമ്പോൾ അനേകം വിദ്യാസമ്പന്നരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നതിലുപുറം എങ്ങും എവിടെയും എത്താത്ത പ്രതിഭാധനനാണ് ഏവരുടെയും ഉത്തമൻ മാഷ്. 80കളിലാണ് തന്റെ അധ്യാപന ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നതെന്നു പങ്കുവച്ചാണ് സന്തോഷത്തോടെ അക്ഷര കൗതുകത്തിന്റെ കണ്ടന്റ് എഡിറ്ററോട് സംസാരിക്കുന്നത്. ഇനി അദ്ദേഹം തന്നെ പറയട്ടെ. ഞാൻ 80കളിലാണ് തുടങ്ങിയത്. അവിടെ ഫസ്റ്റില് തുടങ്ങണത് വിശ്വഭാരതിയിലാണ്. വിശ്വഭാരതി നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പ്രീ-ഡിഗ്രിക്കാണ് ഫസ്റ്റ് ക്ലാസ്സിന് കയറിയത്. പിന്നെ അങ്ങനെ SLC ഉണ്ടായിരുന്നു, അവിടെ SLCക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്നാണ് തുടക്കം. വളരെ നല്ലൊരു ജീവിത ശൈലി കൂടി പിന്തുടരുന്നുണ്ട് എന്ന് ചേർത്തു പറയട്ടെ. വാക്കുകളിലൂടെ മാസ്മരികത തീർക്കുന്ന വ്യക്തിത്വത്തിനുടമ കൂടിയാണദ്ദേഹം. ഇത്രയും പറഞ്ഞത് മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ്. പുന്നയൂർക്കുളത്തെ പഴയ തപാലാപ്പീസിനടുത്ത് പ്രവർത്തിച്ചിരുന്ന വിശ്വഭാരതിയിലൂടെയാണ് മാഷ് അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. ഒരു സ്ഥാപന മേൽവിലാസം ഉണ്ടാവണമെന്നും അത് സ്വന്തമായി വേണമെന്നുള്ള അടങ്ങാത്ത അഭിലാഷം മണികണ്ഠേശ്വരത്ത് എത്തിച്ചു. അവിടെ മോഹനേട്ടന്റെ മരക്കടയുടെ മുകളിലായിരുന്നു അകൽബ. ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്ന സുന്ദര നാമമായ അകൽബയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അധ്യാപനരംഗത്തെ പ്രഥമ സംരംഭം അകൽബയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അന്ന് കാര്യമായ തുക ഇല്ലാത്തതിനാൽ ₹1 അഡ്വാൻസ് ടോക്കൺ നൽകിയാണ് തുടക്കമിടുന്നത്. പ്രവാസ സഞ്ചാരം ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുമുണ്ടായില്ല. പിന്നീട് അവിടം വിട്ടുപോന്നു. ചിലരുടെ പ്രവാസ ജീവിതം അങ്ങനെയാണ്. ചിലത് ഇനിയാചാരിയിലൂടെ പങ്കുവയ്ക്കാം. പ്രവാസാനന്തരം അധ്യാപനം തുടരുന്നതിന്റെ ഭാഗമായി 4-ാം കല്ലിൽ ആചാര്യെന്ന പേരിൽ പലരുമായി ചേർന്ന് സ്ഥാപനം നടത്തി. ആചാര്യെന്ന സ്ഥാപനത്തിന് ചിറകുമുളക്കുന്നത് തീരദേശ മേഖലയായ മന്നലംകുന്ന് എടയൂരിലെ മദ്രസയിൽ ബ്രൈറ്റ് എന്ന സ്ഥാപനത്തിലിരുന്നാണ്. അവിടെ ബ്രൈറ്റ് എന്ന പേരിലാണ് സംഘാടനം. അങ്ങനെ ആചാര്യയും പിറവിയെടുത്തു. ചില ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുമെന്ന് ബോധ്യമായപ്പോൾ അവിടെ നിന്നും ഇറങ്ങി. തുടർന്നാണ് വട്ടംപാടം ചള്ളയിൽ പള്ളിയുടെ എതിർവശത്തെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന മഹാത്മയിലേക്ക് ചേക്കേറുന്നത്. പിന്നീട് മഹാത്മ വളർന്നു. 3-ാം കല്ല് പ്രദേശത്തുമെത്തി. ബ്രാഞ്ച് നിലനിർത്തുന്നതിൽ ശ്രദ്ധ കൊടുത്തു. വാശിപ്പുറത്തെ വാക്കിന്മേൽ 4-ാം കല്ലിൽ പഴയാചാരിയിൽ മഹാത്മയുടെ 3-ാമത്തെ ബ്രാഞ്ച് തുടങ്ങി. ഈ കാലയളവിലെല്ലാം 10ാം ക്ലാസ്സുകാർക്ക് ഊർജ്ജതന്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനായി നിലകൊണ്ടു. അക്ഷര കോളേജ് വടക്കേകാട്, പ്രതിഭ കോളേജ് എന്നിവിടങ്ങളിലും പ്രവർത്തന പരിചയം. പ്രതിഭയിൽ ഹിന്ദിയും പിന്നീട് ആൽജിബ്രയും എടുക്കാൻ സാധിച്ചു. ഇംഗ്ലീഷ് ക്ലാസും അന്ന് എടുക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നദ്ദേഹം ഓർത്തു പറഞ്ഞു. 80കളിൽ കണക്ക് എന്ന വിഷയത്തിന് പറയാവുന്ന കൊള്ളാവുന്ന അധ്യാപകർ ഇല്ലെന്നുതാ എന്നെ വേണം പറയാൻ, ഉള്ളവരാകട്ടെ ദൂരദിക്കുകളിലും. കണക്കു മാഷ് എന്ന പേരിലാണ് അക്കാലത്തദ്ദേഹം ശിഷ്യഗണങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. വഴിക്കണക്കുകളുടെ കാലമായിരുന്നു അന്ന്. സ്കൂളുകളിൽ സങ്കീർണമായ വഴിക്കണക്കു പഠന രീതികൾ മാത്രവുമല്ല, മറ്റു പാഠഭാഗങ്ങളും തഥൈവ. അവിടെയാണ് മാഷ് പ്രസക്തമാകുന്നത്. രസകരവും ലളിതവും ഗ്രാഹ്യവുമായ ടിപ്പ് ടെക്സ്റ്റ് രീതിയാണദ്ദേഹത്തിന്റേത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ലളിതമായ വഴികളാണ് വിദ്യാമിത്രങ്ങൾക്ക് അനുഗുണമാവൂ എന്നദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ ടിപ്പ് മാഷു എന്നും വിളിക്കുന്നത് കേൾക്കാറുണ്ട്. അറിവിന്നക്ഷരമുത്തുകൾ പകർന്നു കിട്ടിയനേകർക്കും നേടിയ നന്മകളെ കുറിച്ചോർക്കാതിരിക്കുവാനാവില്ല. അദ്ദേഹത്തിന്റെ ചിന്തയുടെ തെളിമയിൽ വിളങ്ങിയ മേന്മകൾ എന്നല്ലാതെ ആ സമസ്യയെ മറ്റൊന്നും കൊണ്ട് പൂരിപ്പിക്കുവാൻ കഴിയുകയില്ല. അനേകം ശിഷ്യഗണങ്ങളുടെ സ്നേഹ കഥാപാത്രമായി മാറി 40 വർഷം കടന്നുപോയതറിയാതെ ഈ മേഖലയിലൂടെങ്ങനെ മുന്നോട്ട്. അക്ഷര കൗതുകം മാസിക 2025 സെപ്റ്റംബർ ഓണപ്പതിപ്പ്.